എടി 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 നീ കെട്ടിപ്പിടിച്ചേക്കണ എൻ്റെ തലോണിയാണ്. അത് ഇങ്ങോട്ട് തന്നിട്ട് പോടി. ഒന്ന് വേഗം എന്താ ഞാൻ തരില്ലത് ഇത് ഒന്ന് ഒന്ന് പോവാനാ തരത്തൊന്നുമില്ല. ഇപ്പം തന്നെ രാവിലെ എണീച്ച് കുളിച്ചൊരുങ്ങി കോളേജിൽ പോവാൻ നോക്ക്. ഞാൻ തരത്തൊന്നുമില്ല, പൊയ്ക്കോ. ഓക്കെ ബൈ. ഇവളെ കൊണ്ട് കഷ്ടമായി. തലോണി തരാൻ പറഞ്ഞാൽ തരത്തുമില്ല. മനുഷ്യൻ്റെ ഉറക്കവും കളയും. എടാ നീ നാളെ കോളേജിൽ പോകും. എന്താണ് ക്ലിയർ ആയിട്ട് പറ. നീ ഇന്ന് കോളേജിൽ പോകുന്നുണ്ടാ? കോളേജിലാ? കോളേജിൽ ചെല്ലണം, ബാഗ് എടുക്കണം, ഉടുപ്പ് മാറ്റി യൂണിഫോം ഇടണം, കുളിക്കണം, അവിടെ ചെന്ന് ടൈം ടേബിൾ എടുത്ത് പഠിച്ച് കാര്യങ്ങൾ ചെന്ന്. ഞാൻ പോകുന്നില്ല. എനിക്ക് വല്ലാത്ത തലവേദന എടുക്കണം. എൻ്റെ പൊന്നോ, എന്തൊരു തലവേദനയാന്ന് അറിയോ നിനക്ക്? തലവേദന കഷ്ടമുണ്ട്. ഈ തലവേദന വെച്ച് ഞാനെങ്ങനെ പോവാനാ? പറ്റത്തില്ല. എന്നാൽ ഞാനും മുള്ള. ഓക്കെ, ഞാൻ കുറച്ച് നേരം കൂടി കിടക്കാം. ഫോട്ടോ ഹൈഡ്രജൻ 2 ഹീലിയം 3 ലിഥിയം 4 ബെറിലിയം 5 ബോറോൺ 6 കാർബൺ 5 ബോറോൺ 6 കാർബൺ. നിങ്ങൾ പഠിച്ചാടാ? പറയണ്ട, അറിയാം. പഠിച്ചിട്ടില്ല അറിയാം. അല്ല, ഞാൻ വന്ന കാര്യം വന്നു. ഇവിടെ ഒരു പേന എവിടെയോ, എൻ്റെ ടെക്സ്റ്റ് ഇവിടെ എവിടെയോ വെച്ച്. ഇവിടെ അത് നിങ്ങൾ എടുത്താണോ? എനിക്കറിയാം. എൻ്റെ ടെക്സ്റ്റ് നോക്കി നിങ്ങൾക്ക് പഠിക്കാമല്ലേ? അറിയാടോ. എപ്പോൾ എണീറ്റാലും പഠിത്തം മാത്രമേ ഉള്ളൂ. രാവിലെ എണീറ്റ് പഠിപ്പിക്കൊരു മുടിയെങ്കിലും ഒന്ന് ഒതുക്കി വെച്ചൂടെ? അത് പിന്നെ ഞാൻ മറന്നതാ. പഠിക്കാൻ മാത്രമേ ഉള്ളൂ. സാറില്ല, ഇപ്പോൾ ഒതുക്കാം. സെറ്റ്. ഇപ്പുറത്തെ മുടിയിലും ഉണ്ടല്ലേ, നല്ല രസം. അയ്യോ, ഞാൻ വന്ന കാര്യം മറന്നു. നീ എന്തിനാണ് ഈ പെന്നൊക്കെ? ഞങ്ങൾ ഈ സ്ലൈഡൊക്കെ മുടിയിൽ കയറ്റുമ്പോൾ നീ എന്തിനാ പെന്ന് കഴിഞ്ഞേ? അതെന്ന് പറഞ്ഞാലേ, ഇത് പുതിയ കണ്ടുപിടുത്തല്ലേ. മുടിയിൽ പെന്നും കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എഴുതിയ എല്ലാം നമ്മുടെ തലക്ക് കയറും. ഇത് സക്സസ് ആണ്. അപ്പോൾ നമുക്ക് പരീക്ഷയിൽ നല്ലോണം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ സ്ലൈഡിന് പകരം പെന്നിൻ്റെ ക്യാപ്പ് വെച്ച് ഇങ്ങനെ ചെയ്യാം. നിങ്ങളോടൊന്ന് സംസാരിച്ച് ടൈം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല. ഓക്കെ ബൈ. അവൾ പറയുന്ന ശരിയാട്ടോ. നമ്മളൊന്നും പഠിച്ചിട്ടില്ല. അല്ല, ഇന്ന് എത്രാം തീയതിയാ? ബുധനാഴ്ച അല്ലേ? ഇന്നല്ലേ ചിക്കൻ കറി കിട്ടുന്നേ. രാവിലെ വന്നില്ലേ? അതൊക്കെ പോകുമ്പോ പോവാ. എന്താണ് നോക്കിക്കുന്നത്? വേഗം എടുത്തോടെ കിട്ട്. കൊള്ള. നിങ്ങളാണോ കറി വിളമ്പണ? വെറുതെ അല്ല കറി വെട്ടുന്ന പൈസ കൂടണ. ഇനി ആ വിളമ്പിക്കോളാം. ചെന്നോ. ആരാണ് വേഗം വന്നില്ലേ? ഭക്ഷണം കിട്ടൂല. പ്ലേറ്റ് ഇവിടെ കൂട്ടി. ഇനി പ്രത്യേകം പറയണോ? ചിക്കൻ തരണതും പോലെ ഈ ചിക്കൻ പൈസ തരണ ആദ്യം കൊല്ലണം. അയ്യോ ദൈവമേ, 2 കഷ്ണം ഉണ്ടാവും. അയ്യോ, ഇതെങ്ങനെ തിരിച്ചു വെച്ചാൽ അവർക്ക് എന്തെങ്കിലും തോന്നൂലേ? വീഴല്ലോ. ഇതെന്താണ് കൈ വറക്കുന്നത്?
ഭാഗ്യം കൂടിപ്പോയില്ല. അയ്യോ, എന്താ സിസ്റ്ററെ ചിക്കൻ കറി എടുക്കുമ്പോ സിസ്റ്ററിന്റെ കൈ നിറക്കുന്നത്? അതൊന്നുമില്ല. നിനക്ക് ഭക്ഷണം കിട്ടിയല്ലേ, ഇനി പോയിക്കോ. അടുത്താളൊരു ഒരു വറ്റു പോലും ആരും ബാക്കിയാക്കരുത്. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ ഭക്ഷണമാണ് എടുത്ത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞുള്ള ഭക്ഷണമാണ് എടുത്ത് അനാഥ കുട്ടികൾക്ക് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാലോ. ഞാൻ പോയി വരുമ്പോഴേക്കും എല്ലാവരും ഒന്നും ബാക്കി വെക്കാതെ കഴിക്കണം കേട്ടാ. സിസ്റ്റർ പോയാ സിസ്റ്റർ പറയണ്ടല്ലോ, സിസ്റ്റർ അനാഥ കുട്ടികൾക്ക് കൊടുക്കണ്ടെന്ന്. കാണിക്കൽ കണ്ട സിസ്റ്ററാണ് അനാഥ കുട്ടിയെന്ന് തോന്നുന്നു. എല്ലാ സിസ്റ്ററുടെ വീട്ടിലോട്ടല്ലേ പോണത്. പറഞ്ഞ നേരാ. നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനാണ് ഞാൻ വന്നത് കേട്ടാ. എന്താണ് കാര്യം എന്ന് നിങ്ങൾക്കൊന്നും അറിയത്തില്ല എന്ന് എനിക്കും അറിയാം. കാര്യം എന്താ വെച്ചാൽ, കുറച്ച് പേര് ഇവിടുത്തെ അനാഥ കുട്ടികളുടെ ഭക്ഷണമൊക്കെ ഞാൻ തിന്നീർക്കുന്നൊരു ഇത് പറഞ്ഞല്ലോ, അത് ടോട്ടലി തെറ്റാണ്. എനിക്ക് വിശക്കുമ്പോൾ ഞാനും മനുഷ്യനല്ലേ, എനിക്ക് തിന്നാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് വിശക്കുമ്പോൾ അനാഥ കുട്ടികൾക്ക് വെച്ചതിലൊരു അവർക്കൊരു 5 ചട്ടി ഉണ്ടാവും അല്ലേ, അതിലൊരു 4 ചട്ടിക്ക് ഞാൻ തിന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അനാഥ കുട്ടികൾ എത്ര പേര് വരാനാണ്? ഇതേപോലത്തെ 5 ചട്ടിയാണ് അവർക്കുള്ളത്. അതൊരു 4 ചട്ടിയേ ഞാൻ തിന്നണുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ എത്ര കുറവാണെന്ന്. ബാക്കി അവരാകെ 10,000-3000 പിള്ളേരേ ഉള്ളു. അപ്പം അവർക്കൊരു ചട്ടിയൊക്കെ മതിയാവും. ഞാൻ ഒരു പാവല്ലേ, എനിക്ക് 4 ചട്ടിയെങ്കിലും 5, പക്ഷെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുകയാണ്. എത്ര ചട്ടിയാണ് ഞാൻ കഴിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ വെറും 4 ചട്ടി. അപ്പോൾ നിങ്ങൾ പിറുപിറുക്കുമ്പോൾ അതും കൂടെ ആലോചിക്കുക കേട്ടോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിസ്റ്റർ വരട്ടെ. ഇതെന്താണ്? പാത്രത്തിൽ ഒരു വറ്റി കിടപ്പുണ്ട്. ഇതെന്താണ് കഴിക്കാത്തെ? പറയൂ. സിസ്റ്ററിന് സൗണ്ട് എടുക്കാൻ വയ്യ. എന്താണ് കഴിക്കാത്തത്? പറയൂ. സിസ്റ്ററെ, അത് വറ്റല്ല, പുഴുവാണ്. ഇവിടുത്തെ ഫുഡിൽ നിന്ന് കിട്ടിയതാ. എന്തോ എന്നെ വിളിക്കണ്ട, ഞാനിപ്പോൾ വരാവേ. എന്താണോ പിള്ളേർ പറയണത്, കേൾക്കാനും പറ്റല്ല. സൗണ്ട് വന്നോ? എന്താണ് കാണാനും പറ്റുള്ള? പിള്ളേർ ഇപ്പം ലൈറ്റ് ഓഫ് ചെയ്തായ സംസാരം. നൈസായിട്ട് മുങ്ങ. അനക്കൊന്നും കാണില്ലല്ലോ. പിള്ളേർ ഉറങ്ങിയെന്ന് തോന്നുന്നു. ഷോ, ഇവർക്ക് എന്തെങ്കിലും പറഞ്ഞൂടെ? മനുഷ്യന് ഒന്നും കേൾക്കാതെ ഒരു സമാധാനവും കിട്ടൂല ഇവരുടെ കാര്യങ്ങളൊന്നും. അപ്പുറത്തെ റൂമിൽ പോയി നോക്കാം. ഇന്നിവരെ ഞാൻ കൂട്ടും. ഈ പിള്ളേർക്ക് കുറച്ച് ഒച്ചത്തിൽ സംസാരിച്ചൂടെ? എന്തൊക്കെയോ പിറുപിറുക്ക് കേൾക്കണുണ്ട്. ഓട്ടെ കൂടെ നോക്കാം. ലൈറ്റ് ഉണ്ടെങ്കിൽ അവരുറങ്ങിയിട്ടില്ല. 9:30 അവർക്ക് ഉറങ്ങാൻ പറ്റൂല അല്ലേ? ലൈറ്റ് ഉണ്ട്. ഇവരെ ഞാൻ ശരിയാക്കി കൊടുക്കും. കാണിച്ചു തരാം നിങ്ങൾക്ക്. കാണിച്ചു കൊടുക്കാം ഞാൻ. എന്തോ കേൾക്കുന്നുണ്ടല്ലോ. എന്താണത്? മര്യാദ കേൾക്കാനും പറ്റുള്ളല്ലോ. ഇത് എന്ത് കഷ്ടത്. ഇനിയിപ്പോൾ എന്തായാലും പിന്നെ കേൾക്കാം. മൂട് പോയി. ഓ, ആ സിസ്റ്റർ പിന്നെയും വന്ന് ഒളിഞ്ഞു നോക്കി. അവർ പിന്നെയും വന്ന് ഒളിഞ്ഞു നോക്കിയുണ്ട്. ഇനി
അവരെ വന്നാൽ അവർക്ക് കഴിക്കാൻ കൊടുക്കുന്ന ചായയിൽ നമുക്ക് വിഷം ഇടാം. എങ്ങനെയുണ്ട്? ആരൊക്കെ ഇതിന് ഡീലായിട്ടുണ്ട്? ഞാൻ എപ്പോഴേ ഡീലാട്ടോ. എൻ്റെ ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് ആ സിസ്റ്ററെ സഹിക്കാൻ പറ്റില്ല. ഞാൻ ഡീല്. പഠിപ്പിപ്പെങ്കിൽ ഓക്കെ ആണോ? ഞാൻ എപ്പോഴും നിങ്ങൾക്ക് എതിരാണേലും ഇതിൽ സപ്പോർട്ടാ. പ്ലാൻ ചെയ്തോ? അപ്പം സെറ്റ്. ഇനി അങ്ങനെ വെള്ളം ആയിരിക്കും ഇവർ പറയുന്നത്. ശരിയുടെ പൊന്നെ, അങ്ങനെ വെള്ളം ആണെങ്കിൽ ഞാൻ തീർന്നു. ഇനി അവർ തരുന്ന സാധനം കുട്ടിയത്. ഈശോയെ, ഇതിൻ്റെ അടുത്ത പാർട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ്. എന്നാ സിസ്റ്റർ പോയി വരട്ടെ.